ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫാണ്, സാധാ ഡേ ഇൻ മൈ ലൈഫ്. ഞാനൊരു 6:30 ആയപ്പോൾ എണീറ്റു. ഞാൻ അടുക്കള ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മ ദോശമാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്, ദോശ ഇടാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതേപോലെ പയർ ജസ്റ്റ് എണ്ണയിൽ വാട്ടി വെച്ചേക്കാണ്, അരപ്പ് ചേർക്കണം. ഓരോ അടുക്കളയിൽ ഓരോ പരിപാടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ. എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മൾ 2 ദിവസം നിൽക്കാൻ വന്നേക്കാണ്. അപ്പം നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ ഇച്ചിരി കിടന്നുറങ്ങുമല്ലോ, അങ്ങനെ എണീറ്റ് വന്നേക്കാണ്. നമ്മൾ സ്വന്തം വീട്ടിൽ നമുക്ക് മിക്ക കല്യാണം കഴിഞ്ഞവർക്കും മടിയായിരിക്കും. പിന്നെ അമ്മയെ സഹായിക്കുന്നവരും ഉണ്ട്, ഞാനും സഹായിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ചിലപ്പോഴൊക്കെ രാവിലെ എണീക്കാനുള്ള മടി കാണാം. അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ വൈദൂട്ടൻ എണീറ്റോട്ടുണ്ട്, പാൽ കൊടുത്ത്. അപ്പോഴത്തേക്കും ചേട്ടന് ജോലിക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ചേട്ടന് വേണ്ടി ചോറമ്മ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. പയർ തോരൻ, ചമ്മന്തി, മീൻ പൊരിച്ചത് സീഡിക്കാരിലാണ് കേട്ടോ പൊരിച്ചത്, പിന്നെ മാങ്ങ അച്ചാർ, മീൻ കറി. സീഡിക്കാരിൽ തന്നെ പുളിമുളം വെച്ചതാണ്. അതാണ് അവർക്ക് ഒരു 7:30-7:45 പോകണം. അപ്പം അതിനുള്ള പരിപാടിയായിരുന്നു രാവിലെ. അങ്ങനെ ചോറ് കൊടുത്തു വിട്ട് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ്. പിന്നെ നമ്മുടെ മോന് ഫുഡ് കൊടുക്കേണ്ട ജോലിയാണ്. രാവിലെ തന്നെ ആശാന് എണീറ്റ് വന്നതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ദോശയാണ് കൊടുക്കുന്നത്. ആ ദോശ കഴിക്കുന്നതിൻ്റെ പാട്, ഒരു ആഹാരവും നേരെ ചൊവ്വേ കഴിക്കത്തില്ല. പിന്നെ ദോശ കഴിക്കുന്നതിൻ്റെ ഇതാ കണ്ടല്ലേ, ആദ്യത്തെ 1-2 പിടി കഴിക്കും, മാക്സിമം 3 ഉരുള, അതിൽ കൂടുതൽ വാ തുറന്ന് തരത്തില്ല. ഇതുവരെ അങ്ങനെ കഴിക്കാറില്ല. എല്ലാ കണക്ക് 3 പിടി. പിന്നെ നമ്മൾ ഓരോന്ന് കാണിച്ച് കുത്തിക്കറ്റിയൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് അമൃതം പൊടി അംഗനവാടിയിൽ നിന്ന് കിട്ടത്തില്ലേ, അത് ഇച്ചിരി കുറുക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇതാ കാണുന്നതാണ് കറക്റ്റ് ദോശ കഴിക്കാനുള്ള യുദ്ധം. ഒരു പൊടി കഴിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെയൊക്കെ കൊണ്ട് കുളിപ്പിച്ച്, ആശാനെ കുളിപ്പിച്ചിട്ടുണ്ട്. കുളിപ്പിച്ച് ഞാൻ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി ഒരു ഉറക്കമുണ്ട് പാൽ കുടിച്ച് കഴിഞ്ഞാൽ. ഇതാണ്ടേ ഉറങ്ങി. ഞാൻ ഉറങ്ങിയ സമയത്ത് ഞാൻ പിരുകോ എഴുതി പൊട്ടുമൊക്കെ തൊട്ട്. ആക്ച്വലി ഞാൻ പിരുവും പൊട്ടും അങ്ങനെ തൊടാറില്ല, കണ്ണും എഴുതാറില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല. ഞാൻ അങ്ങനെ എഴുതാം. പിന്നെ ചുമ്മാ ഇരിക്കുമ്പോഴും പിരുകോ എഴുതും, പക്ഷേ കണ്ണങ്ങനെ എഴുതാറില്ല. ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ജനിച്ചിട്ട് ഇത്ര നാളായിട്ട് ഞാൻ കണ്ണ് എഴുതിയിട്ടില്ല. പക്ഷേ പിരിവ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എഴുതാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് തോന്നും. എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് പിരിവും പൊട്ടും എഴുതാതിരിക്കുന്നതാണ് ഇമ്പോഴാണ് ഒരിഷ്ടം. പിന്നെ ഇനി ഒരാൾ ഉറങ്ങിക്കോളും. ചിലപ്പോൾ 11 മണിയൊക്കെ എണീക്കും, ചിലപ്പം 1 മണിയൊക്കെ ആവും, ചിലപ്പോൾ എണീക്കാം ചില ദിവസങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ ആ സമയങ്ങളിൽ പോയി തുണിയൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയിട്ട് ആ ഒരു ജോലിയൊക്കെ ഇടയ്ക്ക് അടുക്കളയിൽ കാണുന്ന ജോലികളൊക്കെ തീർക്കും. തുണി കഴുകി നമ്മൾ ടെറസിലാട്ടോ ഇടുന്നത്. ഞാൻ ടെറസിൽ പോയപ്പോഴാണ് ദാണ്ടേ ഇത് കാണുന്നത്, എൻ്റെ അമ്മയുടെ തക്കാളി കൃഷി. അമ്മ വെച്ച തക്കാളിയാണ്. അപ്പോൾ ഞാൻ വെച്ച് അതും കൂടെ ഒന്ന് വീഡിയോ കാണിച്ചേക്കാം എന്ന് കരുതി. ദാണ്ടേ അമ്മയുടെ തക്കാളിയാണ്. അമ്മയുടെ തക്കാളി മാത്രമേ ഉള്ളൂ. അപ്പോഴേ ആശാൻ എണീറ്റിട്ടുണ്ട് താഴെ. ദാണ്ടേ ഉറക്കം എണീറ്റേൻ്റെ ഒരു ഇതാണ്. കരഞ്ഞ് ചെറിയൊരു ഇതായിട്ടാണ്, നിർബന്ധം പോലെ എണീറ്റ് നിൽക്കുകയാണ്. കണ്ട കുബുറൊക്കെ കൂട്ടുമൊക്കെ ഇടുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പോയി ചോറ് കഴിക്കാനുള്ള ഇതിനേക്ക് ചോറ് കഴിച്ച് നല്ല തോരൻ, ചീനി, മീൻകറി, ഇതൊക്കെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേ ആശ അവിടെ ഇരുന്ന് വണ്ടിയിൽ കളിച്ചോളും. അവൻ്റെ വണ്ടിയുണ്ട്. അവൻ്റെ ആ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ വലിയ സീനില്ല. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് വൈകിട്ട് ഞങ്ങൾ കപ്പലണ്ടി പൊടിച്ചതായിട്ടോ കൊടുക്കുന്നത്. ഇപ്പം അത് വെയിറ്റ് കുറവായിട്ട് നമ്മൾ കൊടുക്കാൻ കേട്ടായിരുന്നു. പിന്നെ വൈകിട്ട് ചായ കുടിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. ആദ്യത്തെ വീഡിയോ ആണ്, പോരായ്മകളാണ്. സോ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.